ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും കുട്ടാപ്പിയും കൂടി ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, കോട്ടയത്തെ മറൈൻ വേൾഡ് നടക്കില്ലേ, അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ മാത്രമല്ല, അനിയനും അനിയത്തിയും നാത്തൂനും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു മറൈൻ വേൾഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുട്ടികളെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളൊരു ഏകദേശം ഒരു 6:30 ആയപ്പോഴാണ് കോട്ടയത്ത് എത്തിയത്. ടിക്കറ്റിന് വേണ്ടിയിട്ടൊരു 15 മിനിറ്റോളം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റിന് 120, ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ തെന്നി വീഴണ്ട, കാല് തെന്നിയാൽ താഴെ വീഴണ്ടെന്ന് വിചാരിച്ച് ഞാൻ കൈവരിയൊക്കെ പിടിച്ചാണ് കേട്ടോ ഇറങ്ങിയത്. കാരണം മോൻ കൈയിരിക്കുകയല്ലേ. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേന് റോബോട്ടാണ് കേട്ടോ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട്. റോബോട്ട്, മനുഷ്യൻ്റെ രീതിയിലുള്ള റോബോട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ നായ്ക്കുട്ടികളെ വളർത്തത്തില്ലേ, അപ്പോൾ അന്ന് പറഞ്ഞ 4 കാലിലുള്ള ക്യാമറയൊക്കെ വെച്ചിട്ട് നമുക്ക് റോബോട്ടുണ്ടായിരുന്നു നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികൾ, അവിടെയൊന്നും എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. കാരണം പക്ഷികൾ പല കളറിലുള്ള തത്ത, പ്രാവുകൾ, അങ്ങനെയൊക്കെയുള്ള പക്ഷികളെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നതിലൊക്കെ ഉപരി കുട്ടികൾക്ക് ഇത് കാണാൻ ഒരു കൗതുകം ഉള്ളത് കൊണ്ടാണ് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കുട്ടാപ്പി ഇതൊക്കെ കാണുമ്പോൾ കുട്ടാപ്പിക്ക് ഭയങ്കര സന്തോഷമാണ്, ഹായിനൊക്കെ വെക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവരുടെ പ്രൈവസിയെ മാനിച്ചാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതും കൂടുതൽ വീഡിയോ എടുക്കാത്തതും കേട്ടോ. പെട്ടെന്ന് ഞാനങ്ങ് സ്പീഡിൽ ഞാൻ കാണിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. നമുക്കൊരു സ്വന്തമായിട്ടൊന്നൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും നമുക്ക് പറ്റിയിട്ടില്ല, അത്ര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ കട്ട് ചെയ്താണ് എടുക്കുന്നത്. പിന്നെ മുയലുണ്ടായിരുന്നു, ഇഗ്വാന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു. ഒട്ടകപ്പക്ഷിയൊന്നും കാണാൻ പോലും പറ്റില്ല, കാരണം ആ കൂട്ടിൽ അധികം വെട്ടം ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഇതുപോലെ മീനുകളുടെ ഒരു വലിയ ലോകമാണ് കേട്ടോ. അതിൽ പലതരത്തിലുള്ള മീനുകളുണ്ട്. സിലോപ്പിയുണ്ട്, നക്ഷത്ര മത്സ്യമുണ്ട്, കക്കയുണ്ട്, ലോബ്സ്റ്ററുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മഞ്ഞക്കൂരിയുണ്ട്, അലിഗേറ്ററുണ്ട്, പിന്നെ നരോണ ഉണ്ട്, ആരാപ്പൈമ, അങ്ങനത്തെ ഗണത്തിൽപ്പെട്ട ഒരുപാട് മീനുകളുടെ പേരൊന്നും എനിക്കറിയത്തില്ലെങ്കിലും അതിൽ പലതരത്തിൽപ്പെട്ട മീനുകളുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ വീഡിയോ പതുക്കെ എടുക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഇല്ലായിരുന്നു, കാരണം അത്ര തിരക്കാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ, അതുപോലെ തിരക്കായിരുന്നു. കുട്ടികളും വലിയ ആൾക്കാരും മുതിർന്നവരും ഇതിൽ പ്രായമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ മുട്ടിയാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഫോൺ എടുത്തിട്ട് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇത്ര ആളെ വീതം കയറ്റി വിടുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇന്ന് വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മളെന്താ 2 ഗ്ലാസ് ടണലിനടിയിൽ കൂടെ, അതായത് നമ്മൾ വെള്ളത്തിനടിയിൽ കൂടെ പോകുന്നൊരു ഫീലാണ് നമുക്ക് അതിനകത്ത് കയറുമ്പോൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇതാണ് കേട്ടോ. കാരണം നിറയെ കളർ മത്സ്യങ്ങൾ, ഭയങ്കര രസമാണ്. നമ്മൾ കുഞ്ഞ് പള്ളത്തിയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കുട്ടാപ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണിത്. കാരണം നമ്മൾ പണ്ട് വീടുകളിൽ വളർത്തുന്ന കളർ കോഴിക്കുഞ്ഞുങ്ങളില്ലേ, അത് നിങ്ങളെ അഴിച്ചു വിട്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇരിക്കുക ഈ അക്വേറിയത്തിനകത്തൂടെ ഈ മീനുകൾ. ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം ചിലവഴിച്ചും അതിനകത്ത് തന്നെയാണ്. അപ്പം കണ്ടില്ലേ, നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. പല കളറ്, എത്ര കളർ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല, അത്രയും കളറുകളുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് കുട്ടാപ്പി അതിനിടയിൽ കൂടെ നോക്കുന്നുണ്ട്, മീനുകളെ പിടിക്കാൻ നോക്കുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും കുട്ടാപ്പി ചെയ്യുന്നുണ്ട്. കുട്ടാപ്പിക്ക് ഇതൊക്കെ ഭയങ്കര രസമാണ് കാണുന്നത്. അപ്പം വീട്ടിലാണെങ്കിൽ നമ്മൾ മീനൊക്കെ മേടിച്ച് ഇമ്മീമി എന്ന് പറയുന്ന ആൾ ഈ വലിയ മീനുകളെ കണ്ടപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു, പറയണ്ടല്ലോ, ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് മത്സ്യകന്യകയായിട്ട് ഉള്ള ഇതാണ് കാണുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കേട്ടോ. ഏറ്റവും കൂടുതൽ തിരക്ക് അവിടെയാണ്. കാരണം ഫിലിപ്പീൻസിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ് അവിടെ മത്സ്യകന്യകയായിട്ട് വേഷമൊക്കെ ഇട്ടിട്ട് ഈ പൂളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നു. കുട്ടാപ്പിക്ക് അത് കണ്ട ഭയങ്കര സന്തോഷം. കുട്ടാപ്പിക്ക് ഉമ്മയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 120 രൂപയ്ക്ക് ടിക്കറ്റിനുള്ള ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. പിന്നെ ഇവരുടെ കഷ്ടപ്പാടല്ലേ ഇതുപോലുള്ള സാധനങ്ങൾ, വെള്ളം. അവിടെ നിന്ന് കണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. മത്സ്യകന്യകയാണെങ്കിൽ കുട്ടാപ്പിക്ക് ഉമ്മയെ കൊടുത്തു. ഫിലിപ്പീൻസിൽ നിന്ന് വന്ന കുട്ടികളാണ് കേട്ടോ മത്സ്യകന്യയായിട്ട് വേഷമിട്ട് നിൽക്കുന്നത്. പിന്നെ പുറത്തെ സ്റ്റാളുകളിലാണ്, പിന്നെ നമ്മൾ കാണുന്ന പുറത്തെ സ്റ്റാളുകളാണ്. പലതരം ഫർണിച്ചറുകളുണ്ട്, മോപ്പുകൾ, നമ്മൾ തറ തുടയ്ക്കുന്ന ഐറ്റംസ്, ചെരുപ്പിൻ്റെത്, പലതരം അച്ചാറുകൾ, നോർത്ത് ഇന്ത്യൻസിൻ്റെ പലതരം അച്ചാറുകൾ. അത് ഓരോ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. ബ്ലൂബെറിയുടെ അച്ചാറുണ്ടായിരുന്നു, മാങ്ങാടത്, ഈന്തപ്പഴം, സ്ട്രോബെറി, അങ്ങനെ പലതരം അച്ചാറുണ്ടായിരുന്നു. നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമിൻ്റെ ഓരോ ഷോപ്പുകൾ,
അങ്ങനെയൊക്കെയായിരുന്നു. നമ്മൾ അവിടെയൊന്നും നിന്നില്ല. നമ്മൾ ഏറ്റവും പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഇതുപോലത്തെ പാർക്കാണ്. ഈ ഫ്ലൈ ചെയ്യുന്ന ഈ ഒരു സംഭവം എല്ലാവരും കാറുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്. അതിൽ കയറുന്നവരൊക്കെ ഭയങ്കര ധൈര്യമായിട്ട് കയറുന്നുണ്ട്. ഈ സാധനം കറങ്ങി അങ്ങോട്ട് വരുമ്പോഴത്തേന് ഭയങ്കര കാർച്ചയും ബഹളമായിരുന്നു കേട്ടോ. കുട്ടാപ്പി നന്നായിട്ട് എൻജോയ് ചെയ്ത് കുറേ സമയം ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ കാണിക്കുന്നതൊക്കെ അവിടുത്തെ പാട്ട് കേട്ടിട്ടാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ പരിധി നിന്നുകൊണ്ട് തന്നെ, കാരണം എല്ലാവരുടെയും പ്രൈവസിയെ മാനിച്ചുകൊണ്ട് തന്നെ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് വീഡിയോയിലൊന്നും തീരത്തില്ല, ഒരു ലെങ്ത് വീഡിയോ തന്നെ വേണ്ടി വരും. അത് കാരണം ഞാൻ എല്ലാം കട്ട് ചെയ്താണ് മാറ്റിയത്. പിന്നെ ഇതിൽ ഈ ഫ്ലൈ ചെയ്യുന്ന ഈ സാധനത്തിൽ അനിയനും നാത്തൂനൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കുറച്ച് വീഡിയോ എടുത്തു കൊടുത്തു. അങ്ങനെ എല്ലാം കൂടെ നല്ലൊരു ഞായറാഴ്ചയായിരുന്നു. ഒരുപാട് നമ്മൾ സന്തോഷിച്ചു, പിന്നെ ചായ കുടിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ബൈ.